ശബരിമലയിലെ യുവതീ പ്രവേശന വിധി തെറ്റെന്ന് സുപ്രീം കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടതായി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. യുവതികൾക്കല്ല, ആക്ടിവിസ്റ്റുകളാണ് മലകേറിയത്. ആക്ടിവിസ്റ്റുകൾ കയറി നിരങ്ങാനുള്ള സ്ഥലമല്ല ശബരിമലയെന്നാണ് സർക്കാർ നിലപാടെന്നും കടകംപള്ളി പ്രതികരിച്ചു. വിശ്വാസികളുടെ വിശ്വാസത്തിന് ഒരു കോട്ടവും വരുത്തരുതെന്നാണ് സർക്കാർ തീരുമാനമെന്നും കടകംപള്ളി സുരേന്ദ്രൻ ജനം ടിവിയോട് പറഞ്ഞു. നിലപാട് യുവതീ പ്രവേശന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നിലപാട് അതിലിപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. എന്താണ് അത്? യഥാർത്ഥത്തിൽ അതൊരു അടഞ്ഞ അധ്യായമാണ്. നമ്മൾ ഇനി അത് ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് തന്നെ ബോധ്യം വന്നിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്ര വർഷമായി വിശാല ബെഞ്ചിന് ആ വിഷയത്തെ വിട്ട് സുപ്രീം കോടതി പിന്നെ വിശാല ബെഞ്ച് ഓപ്പൺ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ സുപ്രീം കോടതിക്കും ബോധ്യമായി ഒരു സമൂഹത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അവിടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി വന്നതെന്നുള്ള സുപ്രീം കോടതിക്കും ബോധ്യമായിട്ടുണ്ടെന്ന് വേണം കരുതാനായിട്ട്. ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ വിശാല ബെഞ്ച് രൂപീകരിച്ച് അവിടെ വിശാല ബെഞ്ചിൽ ഇത് ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞ സുപ്രീം കോടതി പിന്നീട് ഇക്കാര്യത്തെ സംബന്ധിച്ച് ഗൗരവത്തോടു കൂടി ആ കാര്യം കാണാതെ പോയത്. അതുകൊണ്ട് അതൊരു അടഞ്ഞ അധ്യായമാണ്. സർക്കാർ അന്ന് സ്വീകരിച്ച അങ്ങനെ ഒരു നിലപാട് സർക്കാർ സ്വീകരിച്ചിട്ടില്ല. സർക്കാർ സ്വീകരിച്ച നിലപാടെന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ തീരുമാനം. ആ തീരുമാനത്തിൽ തന്നെ നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആക്ടിവിസ്റ്റുകൾക്ക് കയറി നിരങ്ങാനുള്ള സ്ഥലമല്ല ശബരിമല എന്ന് പറഞ്ഞു. യുവതികൾ വരികയാണെങ്കിൽ ഉള്ള കാര്യമല്ലേ നമ്മളിപ്പോൾ നോക്കേണ്ടത്. ഒരു യുവതിയും വരാൻ വേണ്ടി തയ്യാറായില്ല. അപ്പോൾ യുവതികളാരും തന്നെ വരുന്നില്ല. ആക്ടിവിസ്റ്റുകളാണ് വന്നത്. അവരെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ നമ്മൾ തയ്യാറായില്ല. അത് സ്വാഭാവികമായിട്ടും കോടതിയിൽ പോയി. കോടതി അത് വിശാല ബെഞ്ചിന് പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. അത് വിശാല ബെഞ്ച് അത് പരിഗണിക്കുക എന്നുള്ളതാണ് പ്രശ്നം എന്ന് പറയുന്നത്. ഒരു സഹായവും സർക്കാർ ചെയ്തു കൊടുത്തിട്ടില്ല. കോടതി വിധി മാനിക്കാനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു സഹായം ചെയ്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരവിടെ കയറുമായിരുന്നല്ലോ. അവരവിടെ പറഞ്ഞു വെച്ചല്ലോ. സുപ്രീം കോടതിയുടെ തീരുമാനം തെറ്റായിരുന്നതാണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അത് സുപ്രീം കോടതിക്കല്ലേ അത് പറയേണ്ട കാര്യം. സുപ്രീം കോടതി തീരുമാനം തെറ്റായെന്ന് എനിക്കങ്ങനെ പറയാൻ പറ്റുക. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന സുപ്രീം കോടതി വിശാല ബെഞ്ചിന് വിട്ടു. വിശാല ബെഞ്ച് ഇപ്പോഴും ആ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും കൈകാര്യം ചെയ്യുന്നില്ല. അപ്പോൾ അവർക്ക് തന്നെ ബോധ്യമായിട്ടുണ്ടാവണം. രാജ്യത്തെവിടെയുമുള്ള അയ്യപ്പ വിശ്വാസികൾക്ക് ഈ തീരുമാനത്തോട് യോജിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം. അതാണ് നമ്മുടെ ഇന്നത്തെ നിലപാട്. അത് അടഞ്ഞ അധ്യായമാണ്, തുറക്കേണ്ട ഒരു കാര്യവുമില്ല. താങ്ക് യു സർ. വളരെ നന്ദി. എന്തായാലും അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി അത് തെറ്റാണെന്ന് സുപ്രീം കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ ഒരു തരത്തിലും ആക്ടിവിസ്റ്റുകൾക്ക് കയറി നിരങ്ങാൻ വേണ്ടിയിട്ടുള്ള ഇടവരുത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ വാക്ക് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തത്. സർക്കാർ ഒരു ഒത്താശയും ചെയ്തിട്ടില്ല. ഒത്താശ ചെയ്തിരുന്നെങ്കിൽ അവർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചേനെ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും യുവതീ പ്രവേശന വിധി സുപ്രീം കോടതിക്ക് തന്നെ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇത്രയധികം അല്ലെങ്കിൽ ഒരു വലിയ സമൂഹത്തെ വേദനിപ്പിച്ചുവെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ, മുൻ ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുകയാണ്. എന്തായാലും നിലപാടിൽ മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നു. ഇടത് നേതാക്കൾക്കും ഇടത് സർക്കാരിനും എന്ന് വേണം ഇതിൽ നിന്നൊക്കെ തന്നെ കരുതേണ്ടിയിരിക്കുന്നത്. 2018 ബിന്ദു അമ്മിണി, കനകദുർഗ തുടങ്ങിയ ആക്ടിവിസ്റ്റുകളെ ശബരിമലയിൽ എത്തിച്ച് ആചാരലംഘനത്തിന് നേതൃത്വം കൊടുത്ത അന്നത്തെ ദേവസ്വം മന്ത്രിയും CPM-ന്റെ മുതിർന്ന നേതാവുമായ കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ ജനം ടിവിയോട് ഇന്ന് പമ്പയിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ അന്ന് ചെയ്ത നിലപാടുകൾക്ക് ഘടകവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നു. ഇത് വൈകി വന്ന വിവേകമാണോ എന്ന ചോദ്യമാണ് സ്വാഭാവികമായിട്ടും ഉയരുന്നത്.